മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തുടക്കത്തിൽ വന്നാൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ കഷ്ടപ്പെടും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യുക. ഇത് എന്നോടൊരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്. ഒരു 3 കാര്യത്തിലൂടെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചുറ്റും നിന്ന് വരുന്നത്, എന്തുകൊണ്ടാണ് MLM ചെയ്തവരും അല്ലെങ്കിൽ ചെയ്യാത്ത മാർക്കറ്റിലുള്ള നോർമൽ ആളുകളും പല രീതികളിലായിട്ട് ഇതിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ 3 ഭാഗങ്ങളിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ പറയട്ടെ, ഡയറക്റ്റ് സെല്ലിങ്ങിൽ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ തുടക്കത്തിൽ വന്നാലേ രക്ഷപ്പെടുകയുള്ളൂ, തുടക്കത്തിൽ വന്നവർക്കേ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന വരാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ സപ്പോർട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് റൂള് വന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് അടക്കം വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലിസ്റ്റ് അടക്കം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ നിയമപരമായിട്ടുള്ള കമ്പനി ഏതാണെന്ന് നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് ഇനി ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിനെ തിരഞ്ഞെടുക്കാനും അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരള ഗവൺമെൻറ് അടക്കം വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി, എന്നിരുന്നാൽ പോലും ഇപ്പോൾ കുറച്ചധികം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യം. അപ്പോൾ മുമ്പ് നിയമപരമായിട്ടുള്ള യാതൊരു അടിത്തറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു പ്രസ്താവനയായിട്ട് കണക്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് ഒരുപാട് കമ്പനികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വരികയും പക്ഷെ അതൊക്കെ ഒരു മണി ചെയിൻ മോഡലായിട്ട് അവസാനിക്കുകയും പൈസ ആളുകളിൽ നിന്ന് ലൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമ്പനികളായിട്ട് കുറച്ച് കാലത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക് മാത്രം ഓടിയിട്ട് പിന്നീട് അതിൻ്റെ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ എസ്കേപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമ്പനികളും അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്നും ഡയറക്റ്റ് സെല്ലിംഗ് ആണെന്നും പറഞ്ഞിട്ടാണ് വന്നതെങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളായിരുന്നില്ല. ഒരു രീതിയിലുള്ള ലീഗൽ പേപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ മുമ്പ് റൂൾ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അടിസ്ഥാനപരമായിട്ടുള്ള പേപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അത്രയും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കൂടാതെ തന്നെ ഫേക്ക് ആയിട്ടുള്ള മണി ചെയിൻ പ്രൊമോഷൻ ചെയ്തിരുന്ന പല ആളുകളും തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരുടെ ടാർഗറ്റ് തന്നെ 1-2 മാസം അല്ലെങ്കിൽ 1-2 വർഷത്തേക്ക് മാത്രം ഓടിച്ചിട്ട് പിന്നീട് അത് എൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൽ ഒന്നാമതായിട്ട് ഒരു കാര്യം വന്നത്. ഇത്തരത്തിലുള്ള സ്കീമുകളിൽ അല്ലെങ്കിൽ ആളുകളോട് ഷെയർ ചെയ്തിട്ട് വരുന്ന, കണക്റ്റീവായിട്ട് വരുന്ന, നെറ്റ്വർക്ക് മോഡലിൽ വരുന്ന സ്കീമുകളിൽ ഒന്നും തന്നെ സ്ഥിരത ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിലും പൂട്ടി പോവാം. അതായത് മുമ്പ് നിയമങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് പൂട്ടണമെന്ന് ആഗ്രഹിച്ച് തന്നെ പലരും കമ്പനികൾ തുടങ്ങിയ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബാനറിൽ മണി ചെയിൻ തുടങ്ങിയ സാഹചര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ആളുകളിൽ ഉള്ളത് കൊണ്ടാണ് നെറ്റ്വർക്ക് മോഡൽ ബിസിനസ് എപ്പോഴും ശാശ്വതമല്ല, അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഉണ്ടാവില്ല, അതിൽ ആദ്യം കയറുന്ന ആളുകൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ മേജർ റീസൺ ഇതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മളെല്ലാവരും കാണേണ്ട കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, പല കമ്പനികളും ഇപ്പോൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂൾ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ തുടങ്ങിയ ഒരു 1-2-3 വർഷത്തിനിടയിൽ ഒത്തിരി കമ്പനികൾ വരുന്നുണ്ട് മാർക്കറ്റിലേക്ക്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോമിന് ഇപ്പോൾ റൂള് കാര്യങ്ങൾ 2016 ഗൈഡ് ലൈനൊക്കെ ശേഷം ഇപ്പോൾ റൂളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2016 മുതൽ ഇങ്ങടേക്കുള്ള കാലയളവ് നോക്കിക്കഴിഞ്ഞാലും ഒത്തിരി കമ്പനികൾ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ട് ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് വേണ്ട പല കാര്യങ്ങളും ഇല്ലാതെയാണ് വന്നിട്ടുള്ളത്. അത് മാത്രവുമല്ല, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ഗ്യാംബ്ലിങ്, ഇൻഡയറക്റ്റ് ഗ്യാംബ്ലിങ്ങിലൂടെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന കമ്പനികളും ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഏത് നല്ലത് ഏത് മോശം എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ തന്നെ പഠിക്കുകയും നമ്മൾ തന്നെ അനലൈസ് ചെയ്യുകയും വേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും കേരള മാർക്കറ്റിലുള്ളത്. ഗവൺമെൻറ് ലിസ്റ്റൊക്കെ പുറപ്പെടുവിക്കുന്നത് വരെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ നോക്കാൻ വേണ്ടി പോകുന്നത്, ചില കമ്പനികൾ വന്നു അല്ലെങ്കിൽ 1-2 കമ്പനികൾ വന്ന് അവർ കുറച്ച് കാലം നല്ല രീതിയിൽ ആളുകൾക്ക് ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയും പിന്നീട് ആ ഒരു ബെനിഫിറ്റ് കുറയത്തക്ക രീതിയിലേക്കുള്ള ഹ്യൂജ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ വന്നവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലായിരിക്കും അടുത്ത പ്ലാൻ വരുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻ വരുന്നത്. അങ്ങനെ തുടക്ക സമയത്ത് വന്നവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുകയും ലോവർ ലെവലിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ പാർട്ട്നേഴ്സിന് ബെനിഫിറ്റുകൾ കുറയുന്ന രീതിയിലും ആ ഒരു കൾച്ചർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനൊരു ചിന്ത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുള്ളത്. അതായത് എല്ലാ കമ്പനികളെന്ന് പറയുന്നില്ല, ഒരു നോർമൽ ആയിട്ടുള്ള പ്ലാൻ ചേഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ പല കമ്പനികളിലും ഉണ്ടാവാം. എന്നാൽ പേറ്റന്റഡ് ആയിട്ടുള്ള രീതിയിൽ 18-20 വർഷത്തേക്ക് ഒരേ പ്ലാൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന കമ്പനികളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിഷനാണ്, നമ്മുടെ ഒരു ചിന്തയാണ് നമുക്ക് ഏത് കമ്പനി വേണം, എങ്ങനെയുള്ള കമ്പനി വേണം എന്നുള്ളത്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യു, നിങ്ങളുടെ മാത്രം രീതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണത്.
അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ പ്ലാനിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വരികയും പെട്ടെന്ന് അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നു. റൺ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ ആ ഒരു ട്രെൻഡ് തീരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ വന്നിരിക്കുന്ന പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വരുമാനമില്ലാത്തതുകൊണ്ട് അവർ വർക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ എത്തുന്ന കാര്യങ്ങളും ഇന്ന് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർക്ക് പോലും തോന്നും തുടക്കത്തിൽ തന്നെ വന്നാൽ മതിയായിരുന്നു ഈ കമ്പനിയിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ലീഡർക്ക് പോലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മണി ചെയിനും നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്ത ആളുകൾക്ക് ഇത് തോന്നാതിരിക്കുമോ? അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ടുള്ള റീസൺ. മൂന്നാമതായിട്ടുള്ള റീസൺ ഇതിനേക്കാൾ കുറച്ചും കൂടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ന് വന്നു എന്നതിൽ കാര്യമില്ല, എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം. ഇത് ഞാനിങ്ങനെ എടുത്ത് പറയാൻ റീസൺ, ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഐഡിയ ആയിട്ട് വന്നതുകൊണ്ട് നമുക്കിവിടെ വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പലരും വീഡിയോയിലൂടെ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ ഐഡിയ ആയിട്ട് ഫസ്റ്റ് നമ്പർ ഐഡിയ ആയിട്ടാണ് ലിബിൻ വരുന്നതെങ്കിൽ ആ കമ്പനിയിൽ ലിബിൻ വെക്കുന്നതോ അല്ലെങ്കിൽ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള മൊത്തം കോൺടാക്റ്റുകൾ ലിബിൻ്റെ ട്രീയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഐഡിയക്കുള്ള ഒരു ബെനിഫിറ്റ് കുറച്ചധികം ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ പിന്നീട് വരുന്ന ഐഡിയകൾക്കെല്ലാം അത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം കാണുന്നില്ല. കാരണം പിന്നീട് വരുന്ന ഐഡിയകളെല്ലാം അവർക്ക് കമ്പനി സപ്പോർട്ടോ അല്ലെങ്കിൽ മുകളിലുള്ള അപ്ലൈൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടും. അതിപ്പോൾ ഏറ്റവും ലോവർ ലെവലിൽ ഒരു പുതിയൊരാൾ വന്നാലും അതിനും തൊട്ട് മുകളിലുള്ള ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. പക്ഷേ ആദ്യമേ ഉള്ള ഒരു ഐഡിയ ആയിട്ട് വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നോ കിട്ടിയെന്നിരിക്കാം. എന്നിരുന്നാൽ പോലും അത് പ്രോപ്പറായിട്ട് എല്ലാ ചാനലുകളിലേക്കും എല്ലാ ട്രീയുടെ എല്ലാ ലെഗുകളിലേക്കും പോകണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് അയാളുടെ കോൺടാക്റ്റും അയാളുടെ സ്കില്ലും ഉപയോഗിച്ചിട്ടാണ്. അത് എപ്പോൾ വന്നു എന്നതിൽ കാര്യമില്ല, എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം. ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലും ഉള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നിങ്ങൾക്കും കൂടെ അറിവുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ടോപ്പ് ലെവലിൽ ഐ ഡി വെച്ചിരിക്കുന്ന ആളല്ല ആ കമ്പനിയുടെ ടോപ്പ് അച്ചീവറായിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും താഴത്തെ ലെവലുകളിൽ നിന്ന് കയറി വന്ന ആളുകളുണ്ട്, മിഡിൽ പോർഷനിൽ കയറി വന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മിഡ് റേഞ്ചിൽ ആദ്യത്തെ തവണയൊന്നും വലിയ രീതിയിൽ പെർഫോമറൊന്നും അല്ലാതെ കുറച്ച് തിരിച്ചറിവൊക്കെ വന്നിട്ട് പിന്നീട് കമ്പനിയുടെ ടോപ്പ് ഐ ഡിൻ്റെക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിച്ച ആളുകൾ അല്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ മാർക്കറ്റിൽ പല കമ്പനികളിലും പല ടീമുകളിലായിട്ട് പോലും കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത നിങ്ങൾക്ക് എന്തിനാണ് വേറൊരു ഡൗട്ട് വേണ്ടത്? ആദ്യം വന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, തുടക്കത്തിൽ വന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത്. എപ്പോൾ വന്നു എന്നതിൽ യാതൊരു രീതിയിലുള്ള കാര്യമില്ല. പക്ഷേ ഉണ്ട്, ഫസ്റ്റ് ഐ ഡി ലെവലുകളിൽ വരുന്ന ഒരു കുറച്ച് ആളുകൾക്കുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ചാൻസിനെ നമ്മുടേതായിട്ടുള്ള സ്കിൽ ഉപയോഗിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് 95% വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് നമ്മളുടെ ട്രെയിനെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള 3 റീസൺസ് ആണ് ഞാൻ നോക്കുന്ന സമയത്ത് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമേ വന്നാലേ കാര്യമുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.